ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ, അതായത് നമ്മുടെ രുചിര ടെക്സ്റ്റ് ബുക്കിലത്തെ ഫസ്റ്റ് ചാപ്റ്ററുമായാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. സമയം കളയുന്നില്ല, നേരിട്ട് ലെസണിലേക്ക് അടക്കാം. ഈ ലെസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലെസൺ ഒരു പോയം മാതിരിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പോയമല്ല ശരിക്കും പറഞ്ഞാൽ, എന്നാലും ഒരു പോയം മാതിരിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളിതിനെ സ്റ്റാൻസയായിട്ട് കണക്കാക്കണം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാൻസയായിട്ട് നമ്മൾ കണക്കാക്കണം. ഇതേപോലെ 6 സ്റ്റാൻസകളുണ്ട്. ഇതിൻ്റെ ഈ ഫസ്റ്റ് ലെസണിൽ 6 സ്റ്റാൻസകളുണ്ട്. ഈ 6 സ്റ്റാൻസകളെയും നമ്മൾ 2-2ആയിട്ട് പെയർ ചെയ്യണം. അതായത് ഇതും ഒരു പെയർ, അതായത് ഫസ്റ്റ് 2 സ്റ്റാൻസ പെയർ, സെക്കൻഡ് 2 സ്റ്റാൻസ പെയർ, തേർഡ് 2 സ്റ്റാൻസ പെയർ. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടില്ലേ സിംഗുലർ പ്ലൂറൽ, നമ്മൾ പഠിച്ചിട്ടില്ലേ പോയ ക്ലാസ്സുകളിലൊക്കെ. അതേപോലെ തന്നെ സംസ്കൃതത്തിലും സിംഗുലറുണ്ട്, പ്ലൂറലുണ്ട്. അത് പോരാത്തതിന് ഒരെണ്ണം കൂടിയും കൂടുതലുണ്ട്, ഡ്യുവൽ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും കൂടിയും കൂടുതലുണ്ട്. അതായത് 2 ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ആൾക്കാരെയോ നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ വായിക്കുകയാണത്. പ്രഥമഃ പാഠഃ. ഇപ്പോൾ ഇതെന്താണ്, ഈ 2 കുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാനത് പറയാൻ വിട്ടുപോയി ഫസ്റ്റ് വീഡിയോയിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്, ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കുത്ത് എന്താണ് നമ്മൾ സംസ്കൃതത്തിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസർഗഃ അല്ലെങ്കിൽ വിസർഗം എന്നാണ് നമ്മൾ പറയുന്നത്. വിസർഗം എന്നാണ് നമ്മൾ പറയുന്നത്. വിസർഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓർമ്മ വയ്ക്കുക. ഇത് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഗ്രാമറിന് വളരെ ഉപകാരപ്രദമായിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വവ്വൽസിൽ കണ്ടില്ലേ, സാൻസ്കൃത് വവ്വൽസിൽ കണ്ടില്ലേ, ലാസ്റ്റ് അഹ എന്നുള്ളത്, അതാണ് ഇത് വിസർഗം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രഥമഃ പാഠഃ. പ്രഥമഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെസൺ, പാഠഃ എന്ന് വെച്ചാൽ ലെസൺ. ഓക്കെ, ശബ്ദപരിചയഃ 1. ശബ്ദപരിചയഃ 1. ശബ്ദപരിചയഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ലെറ്റേഴ്സ്, അതായത് ശബ്ദങ്ങളെ പരിചയപ്പെടുക എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 1, പാർട്ട് 1 ആണ് ഇത്. ഈ 2 സ്റ്റാൻസ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 2 സ്റ്റാൻസ നമ്മൾ പെയർ ചെയ്ത് വെച്ചേക്കാണല്ലോ. ഈ സ്റ്റാൻസ, ഈ പെയർ എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലറാണ്. ഒരു സാധനത്തെ കുറിച്ചിട്ടുള്ളതാണ് ഈ 2 സ്റ്റാൻസ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സംസ്കൃതത്തിൽ, എങ്ങനെയാണ് സെൻറ്റൻസിൽ വാക്കുകൾ, അതായത് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഞാനിത് വായിക്കാം, നിങ്ങൾ ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്കുള്ള സമയം തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാൻസ്കൃത് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ആർക്കും ഉടനെ കയറിയ ഉടനെ തന്നെ ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് കൂടെയാണ് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത് കാരണം നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഏഷഃ കഃ, ഏഷഃ ചഷകഃ, കിം ഏഷഃ ബൃഹത്, ന ഏഷഃ ലഘുഃ. ഓക്കെ, നിങ്ങൾ വായിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരാം, എന്താണ് ഇതെന്നുള്ളത്.
ഇവിടെ ഒരു ഇമേജ് കണ്ടില്ലേ? ഇമേജ് നിങ്ങൾ കണ്ടുല്ലോ. ഇതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ മീനിങ് എന്നുള്ളത്. ഏഷഹ കഹ. ഏഷഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ്, ഇത്. കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദിസ് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഇത് എന്താണ്? ഏഷഹ കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്, അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഉത്തരം. അപ്പം നമ്മൾ ചോദ്യം. അപ്പം നമ്മൾ ഉത്തരം എന്താണ് പറയുക? ഏഷഹ ചഷകഹ. ഇങ്ങനെ ഏഷഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്, ദിസ്. ചഷകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കില്ലേ, ടംബ്ലർ അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലത്തെ ഗ്ലാസ്. ഏഷഹ ചഷകഹ എന്ന് നമ്മൾ പറയും. അത് കഴിയുമ്പോൾ പിന്നെ ഒരു ചോദ്യം അവർ ചോദിക്കുകയാണ്. കിം ഏഷഹ ബൃഹത്. എന്താ? കിം എന്ന് വെച്ചാൽ എന്താ, വാട്ട്. ഏഷഹ ദിസ്. ബൃഹത് ലാർജ് എന്നാണ് ചോദിക്കുന്നത്. എന്താ ഇത് വലുതാണോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദിസ് ലാർജ് എന്നാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അപ്പം നമ്മൾ ഉത്തരം എന്താണ് പറയുക? ന ഏഷഹ ലഘുഹു. നോ. ഏഷഹ ഇത്, ലഘുഹു ചെറുതാണ്. ലഘുഹു എന്ന് വെച്ചാൽ ചെറുതാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലേ, ഈ സ്റ്റാൻസയിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇതൊരു ഒബ്ജക്റ്റാണ്, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ, സിംഗുലർ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. ദിസ് ഈസ് വാട്ട് എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും എക്സസൈസ് വരുമ്പോൾ. അപ്പോൾ അടുത്ത സ്റ്റാൻസയിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റാൻസ എന്ന് പറയുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആയിരുന്നു, ഇവിടെ ഒരു ഹ്യൂമനാണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യന്മാരാണ്. അപ്പം മനുഷ്യന്മാർക്കായിട്ടുള്ള മര്യാദകൾ നമ്മൾ കൊടുക്കുമല്ലോ. പ്രോഡക്റ്റിന് കൊടുക്കണ മര്യാദ മനുഷ്യന്മാർക്ക് നമ്മൾ മര്യാദ കൊടുക്കുക. അത് കാരണം വ്യത്യാസം വരും, ഒരേപോലെ ഉണ്ടാവില്ല, വ്യത്യാസം വരും. വാക്കുകൾക്ക് വ്യത്യാസം വരും, ക്വസ്റ്റ്യൻസിനും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വായിക്കുക. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം. അപ്പോൾ അത് പ്രാക്ടീസ് ആവും നിങ്ങൾക്ക്. സഹ കഹ. സഹ കഹ. സഹ സൗചികഹ. സൗചികഹ കിം കരോതി. കിം സകേലതി. ന സവസ്ത്രം സീവ്യതി. ഓക്കെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് പറയുകയാണ്. സഹ കഹ എന്ന് ചോദിച്ചിരിക്കുന്നത്, ഇതൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. സഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി. സംസ്കൃതത്തിലെ സഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ദിസ് എന്ന് ഉപയോഗിച്ചു. ഇവിടെ മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഹി എന്ന് ഉപയോഗിക്കുന്നു. അത് ഒരു ഹി, നമ്മളിപ്പോൾ മെയിലാണല്ലോ, അത് കാരണം ഹി എന്ന് ഉപയോഗിക്കുന്നു. സ കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നിന്നും ഒരേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ രണ്ടും രണ്ട് മീനിങ് ആണ്. ഈ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ക്വസ്റ്റ്യനിങ് വേർഡാണ്. കഹ, കിം എന്ന് പറയുന്നതൊക്കെ ക്വസ്റ്റ്യനിങ് വേർഡാണ്. ക്വസ്റ്റ്യനിങ് വേർഡിനെ അതിന് മുമ്പിൽ വരുന്ന നൗണിനനുസരിച്ച് ക്വസ്റ്റ്യനെ മാറ്റാനുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അങ്ങനത്തെ ഒരു കഴിവുണ്ട് ഈ ക്വസ്റ്റ്യനിങ് വേർഡ്സിന്. ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്ട് ഇസ് ദിസ് എന്നാണ് ഉപയോഗിച്ചത്. ഇവിടെ വാട്ടാണ് കഹ, കാരണം ദിസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹീ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാരണം കഹ ഇവിടെ മാറും, കഹൻ്റെ മീനിങ് മാറും. കഹ വന്നിട്ട് ഹൂ എന്നാവും. എന്താവും? ഹൂ എന്നാവും. ഹൂ ഇസ് ദിസ് എന്നാവും ക്വസ്റ്റ്യന്. ഇവിടെ വാട്ട് ഇസ് ദിസ് ആയിരുന്നു, ഇവിടെ ഹൂ ഇസ് ദിസ് എന്നാവും. കാരണം സഹ ഇവിടെ ഇട്ടുണ്ട്, ദിസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ അയക്കണത്. ക്വസ്റ്റ്യനിങ് വേർഡ്സിന് അങ്ങനെ മാറാനുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ട്. സഹ കഹ, ഹൂ ഈസ് ദിസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ആരാണ്? അപ്പോൾ ഉത്തരം തരുന്നു സഹ സൗചികഹ. സഹ സൗചികഹ. ഹി, ഇത് ഹി എന്നാണ്. സഹ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഹി എന്നാണ്. സൗചികഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലർ. ടൈലർ എന്നാണ് സൗചികഹൻ്റെ മീനിങ്. ഹി ഈസ് എ ടൈലർ. ഇത് ഒരു തുന്നൽക്കാരനാണ്. ഇയാൾ ഒരു തുന്നൽക്കാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
സൗചികഹ കിം കരോത്തി. സൗചികഹ എന്ന് വെച്ചാൽ ടൈലർ, കിം എന്ന് വെച്ചാൽ വാട്ട്. ഇവിടെ മാറുന്നില്ല, വാട്ട് തന്നെയാണ്. കരോത്തി, കരോത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത്. സൗചികഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലർ, കിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്, കരോത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഡൂയിങ്. സോ മീനിങ് വന്നിട്ട് വാട്ട് ഹീ ഈസ് ഡൂയിങ് എന്നാണ് ചോദിക്കുന്നത്. ടൈലർ, വാട്ട് ഈസ് ദ ടൈലർ ഡൂയിങ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തുന്നൽക്കാരൻ എന്താണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കിം സഹ കേലത്തി. എന്താ കിം എന്ന് വെച്ചാൽ എന്താ, അവൻ സഹ എന്ന് വെച്ചാൽ ഹി, അവൻ കേലത്തി കളിക്കുകയാണോ, എന്താ അവൻ കളിക്കുകയാണോ, ഈസ് ഈസ് പ്ലേയിങ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഇത് രണ്ടിൻ്റെ ഉത്തരം ന, അല്ല, നോ. സഹ, ഹി, അവൻ, വസ്ത്രം, വസ്ത്രം എന്ന് വെച്ചാൽ അറിയാലോ, തുണി, ഡ്രസ്, സീവിയത്തി തുന്നുകയാണ്, സ്വീസ്. നോ, ഹി സ്വീസ് ദ ക്ലോത്ത്സ്, ഡ്രസ്. അല്ല, ആള് വസ്ത്രം, അതായത് തുണികൾ തുന്നുകയാണ്. അതാണ് ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത്, നമ്മൾ ഉത്തരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സിംഗുലറാണ്, മറക്കണ്ട. സിംഗുലറിന് എങ്ങനെയാണ് വരേണ്ടതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത പെയർ ഓഫ് സ്റ്റാൻസയിലേക്ക് പോകാം. ഇതാണ് അടുത്ത പെയർ ഓഫ് സ്റ്റാൻസ. ദേ ഈ കാണുന്നത്, ഇത് ഡ്യൂവലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡ്യൂവൽ ഒരു എക്സ്ട്രാ ഇതാണ് സംസ്കൃതത്തിൽ. രണ്ട് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ടതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആ സെൻറ്റൻസിൻ്റെ വാക്കുകൾ നമുക്കറിയാം, മീനിങ് ഒക്കെ അറിയാം, എങ്ങനെയാണ് ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എക്സാമ്പിളായിട്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തോളൂ, ഞാനിപ്പോൾ പറയാം. ഏതൗ കൗ, ഏതൗ ശുനകൗ സ്തഹ, കിം ഏതൗ ഗർജതഃ, ന ഏതൗ ഉച്ചൈഹി ബുക്കതഃ. ഓക്കെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത മീനിങ്ങിലേക്ക് പോവാം. ഏതൗ കഹ, ഇവിടെ നിങ്ങൾ കണ്ടുവല്ലോ, ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ കണ്ടുവല്ലോ, ഏഷഹ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഏഷഹ. ഇവിടെ വന്നപ്പോൾ ഏതൗ എന്നായി. ഏതൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ടു, ഏതൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ടു, ഇത് രണ്ടും, ഇവ രണ്ടും. കൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. ഇങ്ങനെ വന്ന കാരണം, ഡുവലായത് കാരണമാണ് ഇത് കഹ എന്ന് വരാണ്ട് കൗ എന്ന് വന്നേക്കണത്. മനസ്സിലായോ? ഡ്യുവലിന് വ്യത്യാസങ്ങളുണ്ട്, ഓരോ ഇതിനും വ്യത്യാസം വരും. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഡ്യുവലായാലും വ്യത്യാസം വരും. ഉപയോഗിക്കേണ്ട വാക്കുകളും ഏത് സ്ഥലത്താണ് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വ്യത്യാസം വരും. അപ്പോൾ വാട്ട് ഈസ് ദിസ്, ഐ മീൻ ഏത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ടു, കൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്. ഇത് രണ്ടും എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവ രണ്ടും എന്താണ്. അപ്പോൾ ഏത്തൗ, പിന്നെയും ദീസ് ടു. ശുനകൗ, ശുനകൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡോഗ്സ്, രണ്ട് നായക്കൾ. സ്തഹ, ദീസ് ടു ആർ. ഈ സ്തഹ എന്ന് പറയുന്നത് ആറാണ്, ശ്രദ്ധിക്കുക. സ്തഹ ഡ്യുവലിൽ സ്തഹ ഉപയോഗിക്കണം. ഒരു സെൻറ്റൻസ് ഫിനിഷ് ചെയ്യണമെങ്കിൽ സ്തഹ എന്ന വാക്ക് ഉപയോഗിക്കണം. സ്തഹ എന്ന വാക്ക് ഡ്യുവലിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ഏതൗ ശുനകൗ സ്തഹ, ഇത് രണ്ടും പട്ടികൾ, അതായത് നായകൾ ആണ്. ദീസ് ടു ആർ ഡോഗ്സ്, ദീസ് ടു ആർ ഡോഗ്സ്. അടുത്ത ലൈൻ ചോദ്യം. കിം ഏതൗ ഗർജതഃ. കിം, കിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്. ഏതൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും, ദീസ് ടു. ഗർജതഃ, ഗർജതഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോർ, ഗർജിക്കുകയാണോ എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഗർജിക്കുകയാണോ, എന്താ ഇത് രണ്ടും ഗർജിക്കുകയാണോ. ഈസ് ദീസ് ടു ആർ റോറിങ് എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം എന്താണ് കൊടുക്കുക? ന.
നോ ഏതൗ ഇത് രണ്ടും ഉച്ചൈഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡർ ഹൈ വോളിയത്തിൽ ലൗഡർ ബുക്കതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർക്സ് നോ ഏതൗ ദീസ് ടു ഉച്ചൈഹി ലൗഡർ ബുക്കതഹ ബാർക്സ് ഇല്ല ഇത് രണ്ടും വളരെ ഉച്ചത്തിൽ കുരയ്ക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം. തൗ കൗ ഇവിടെ മൃഗങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവിടെ മാറും, തൗ കൗ എന്നാവും. തൗ എന്ന് വെച്ചാലും ദീസ് ടു തന്നെയാണ്. ഓക്കെ, അപ്പോൾ തൗ കൗ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. തൗ കൗ തൗ ബലിവർദ്ധൗ സ്തഃ കിം തൗ ധാവതഃ ന തൗ ക്ഷേത്രം കർഷതഃ. ഓക്കെ, മീനിങ്ങിലേക്ക് കിടക്കാം. തൗ കൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? കൗ വാട്ട് ഇവിടെ ഒന്ന് തന്നെയാണ് കേട്ടോ കൗ. ഇത് രണ്ടും എന്താണ്? അടുത്ത ഇത് ക്വസ്റ്റ്യന്, ഇതിൻ്റെ ആൻസർ തൗ ബലിവർദ്ധൗ സ്തഃ. കണ്ടില്ലേ, ഇത് ഡ്യൂവൽ ആയതുകൊണ്ട് ഇവിടെ സ്തഃ ഉപയോഗിച്ചു. തൗ ബലിവർദ്ധൗ സ്തഃ അർത്ഥം ഇത് രണ്ടും. തൗ എന്ന് വെച്ചാൽ ഇത് രണ്ടും. ബലിവർദ്ധൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടങ്ങൾ ഉഴുതി മറിക്കണ കാളകളില്ലേ, അതായത് കിളയ്ക്കണ കാളകൾ, കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന കാളകളെ പറയുന്നതാണ് ബലിവർദ്ധൗ. ബലിവർദ്ധൗ എന്നല്ല പറയുക, നമ്മളിപ്പോൾ 2 കാളയുള്ളതുകൊണ്ടാണ് ബലിവർദ്ധൗ എന്ന് പറയുന്നത്. ഈ 2 പട്ടികൾ നായ്ക്കളുള്ളതുകൊണ്ടാണ് ശുനകൗ എന്ന് പറയുന്നത്. ശരിക്കും ഒരു നായയാണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ, ഒരു നായ ഉള്ളതെന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഇതിലെങ്ങനെയാണ് വരിക? ശുനകഹ എന്നാണ് വരിക. മനസ്സിലായോ? ഇപ്പോൾ ദേ ഇവിടെ ഒരു കാളയുള്ളതെന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ബലിവർദ്ധഹ എന്നാണ് വരിക. ബലിവർദ്ധഹ എന്നാണ് വരിക ഒരു കാളയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ 2 കാളയുണ്ട്, ഡുവലാണ്, അത് കാരണം തൗ ബലിവർദ്ധൗ സ്തഃ ഇത് രണ്ടും കാളകളാണ്. ബലിവർദ്ധം എന്ന് വെച്ചാൽ 2 ഓക്സ്, ഇത് രണ്ടും കാളകളാണ്. അപ്പോൾ അടുത്ത ചോദ്യം, കിം തൗ ധാവതഃ. കിം എന്ന് വെച്ചാൽ വാട്ട്, എന്താ. തൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ടു ഇത് രണ്ടും. ധാവതഃ ഓടുകയാണോ? ദീസ് ടു ആർ റണ്ണിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും എന്താ ഓടുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ന തൗ ക്ഷേത്രം കർഷതഃ. നോ ദീസ് ടു, അതായത് തൗ ദീസ് ടു. ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടം, ക്ഷേത്രം കർഷതഃ പ്ലൗവിങ്. ഇത് രണ്ടും പാടം കിളയ്ക്കുകയാണ് എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും പാടം കിളയ്ക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. അടുത്തത് പ്ലൂറൽ സെറ്റാണ്. ഇതാണത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് മൊത്തം പ്ലൂറലായിരിക്കും. ഇനി പ്ലൂറൽ എന്ന് വെച്ചാൽ അറിയാലോ, 3 അല്ലെങ്കിൽ 3ൻ്റെ മുകളിലോ ഉണ്ടെങ്കിൽ, അതായത് വല്ല ഒബ്ജക്റ്റോ പേഴ്സൺസോ 3 അല്ലെങ്കിൽ 3ൻ്റെ മുകളിലോ ഉണ്ടെങ്കിൽ പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ, ഞാൻ വായിക്കുകയാണ്. ഏതേ കെ, ഏതേ സ്യൂതാ സന്തി, കിം ഏതേ ഹരിതവർണ നഹി ഏതേ നീലവർണ സന്തി. ഓക്കെ, വായിച്ചെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഏതേ കെ, ഏതേന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് അല്ലെങ്കിൽ ദോസ് എന്നും വരും, മീനിങ് പലതും വരുന്നുണ്ട്. ഏതേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്, ഇതൊക്കെ എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഏതേ സ്യൂതാ സന്തി, ഇതൊക്കെ ഏതേന്ന് വെച്ചാൽ ഇതൊക്കെ. സ്യൂതാ
സ്യൂതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്സ്, ബാഗുകൾ. സ്യൂത സന്തി, ദീസ് ആർ ബാഗ്സ് എന്നാണ് അതിൽ പറയുന്നത്. ആൻസറിന് മീനിങ് അതാണ്. ഏത്തെ സ്യൂത സന്തി. ഇവിടെ പിന്നെയും ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഈ പിക്ചർ നോക്കിക്കോളൂ, ഈ പിക്ചറിനെ നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെ, ഈ മൂന്ന് ബാഗുകൾ നിങ്ങൾ മാറ്റി, നിങ്ങൾ നോക്കരുത്, നിങ്ങൾ കാണരുത്. ഈ ഒരു ബാഗിനെ മാത്രം നോക്കുക. ഈ ഒരു ബാഗ് മാത്രമുള്ളപ്പോൾ നമ്മൾ സ്യൂതഹ എന്നാണ് ഉപയോഗിക്കുക. സ്യൂതഹ, ഒരു ബാഗ് മാത്രമുള്ളപ്പോൾ സ്യൂതഹ. ഇനി 2 ബാഗുകളുണ്ടെങ്കിൽ സ്യൂതൗ. 2 ബാഗുകളുണ്ടെങ്കിൽ സ്യൂതൗ, ഡ്യുവൽ. ആദ്യം സിംഗുലർ ആയിരുന്നു, ഇപ്പോൾ ഡ്യുവൽ, സ്യൂതൗ. 3 അല്ലെങ്കിൽ 3-നേക്കാളും കൂടുതൽ ബാഗുകളുണ്ടെങ്കിൽ സ്യൂതാ, നീട്ടി പറയും. സ്യൂതാ എന്ന് നീട്ടി പറയും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാഗ്സ്, കുറേ ബാഗുകൾ എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണ് നമ്മൾ പ്ലൂറലാവുന്നത്. അത് പ്ലൂറലിൻ്റെ ഉപയോഗമാണ് സ്യൂതാ. ഇങ്ങനെയാണ് വാക്കുകൾ ഉച്ചരിക്കേണ്ടത് പ്ലൂറലാണെങ്കിൽ. അതിൻ്റെ കൂടെ സ്തഹ മാറ്റി സന്ധിയാക്കണം. കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ, കുറേ സാധനങ്ങളുണ്ടെങ്കിൽ സന്ധിയാക്കണം. സ്തഹ ഡ്യുവലിലും സന്ധി പ്ലൂറലിലും, മറക്കണ്ട. അടുത്തത് കിം ഏത്തെ ഹരിതവർണ്ണ. കിം എന്ന് വെച്ചാൽ എന്താ. ഏത്തെ ഇതൊക്കെ, ഹരിതവർണ്ണ പച്ച കളറിലാണോ, ഇതൊക്കെ എന്താ പച്ച കളറിലാണോ, ഇസ് ദീസ് ഓഫ് ഗ്രീൻ കളേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? നഹി. ഏത്തെ നീലവർണ്ണാ സന്തി. നഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഏത്തെ ഇതൊക്കെ നീലവർണ്ണ, നീല നിറത്തിലുള്ളതാണ്. സന്തി ഇതൊക്കെ നീല നിറത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മനുഷ്യന്മാരാണ്. ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞല്ലോ, മനുഷ്യന്മാർക്ക് നമ്മൾ പ്രത്യേക മര്യാദ കൊടുക്കുന്നുണ്ട്. അത് കാരണം വാക്കുകൾ മാറും. ഇവിടെ 3 പേരുണ്ട്. തേ പ്ലൂറലാണ്, അപ്പോൾ തേ കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ. തേ കെ. തേ വൃദ്ധാ സന്തി. കിം തേ ഗായന്തി. നഹി തേ ഹസന്തി. ഓക്കെ, വായിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അർത്ഥത്തിലേക്ക് കിടക്കാം നമുക്ക്. തേ കെ. തേ എന്ന് വെച്ചാൽ ഇവരൊക്കെ, ദേ ഓൾ, ഇവരൊക്കെ. കെ എന്ന് വെച്ചാൽ ആരാണ്, ഹൂന്നായി. കെ ഇവിടെ ഹൂന്നായി, അവിടെ വാട്ടെന്നായിരുന്നു, ഇവിടെ ഹൂന്നായി. ഞാൻ പറഞ്ഞല്ലോ, മാറാനുള്ള ടെൻഡൻസി ഉണ്ട് ഈ നമ്മുടെ ക്വസ്റ്റ്യനിങ് വേർഡ്സിന്. കഹ, കെ, കിം, കൗ അങ്ങനത്തെ വാക്കുകൾക്കൊക്കെ മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആരാണെന്നാണ് ഈ സെൻറ്റൻസിൽ ചോദിച്ചിരിക്കുന്നത്. തേ കെ. ഹൂ ആർ ഓൾ ഓഫ് ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം തേ വൃദ്ധാ സന്തി. ഇവരൊക്കെ, തേ എന്ന് വെച്ചാൽ ഇവരൊക്കെ, വൃദ്ധ അതായത് വയസ്സായവരാണ്, വയസ്സന്മാർ ആണ്, സന്തി. ഇവിടെ പിന്നെയും ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ പിക്ചറിൽ ഇവർ 2 പേരും ഇല്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ ആളിനെ മാത്രം നമ്മൾ എന്താണ് വിളിക്കുക? അവിടെ വൃദ്ധഹ എന്നാണ് വിളിക്കേണ്ടത്. വൃദ്ധഹ എന്നാണ് നമ്മൾ ഒരാളിനെ വിളിക്കുക. സിംഗുലറാണ് അത്. ഇവരും കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഇവർ 2 പേരും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്തായി? ഡ്യുവലായി.
ഇത് വരെ കഴിഞ്ഞാൽ എങ്ങനെ വരിക? വൃദ്ധൗ എന്നാണ് വരിക. വൃദ്ധൗ. ഇവർ രണ്ടുപേരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വൃദ്ധൗ. മൂന്നാമത്തെ ആളും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് വൃദ്ധ എന്ന് ഉപയോഗിക്കുന്നത്. കാരണം പ്ലൂറലായി. മൂന്നോ അല്ലെങ്കിൽ മൂന്നാൾക്കാരുടെ മേളിലും ഉണ്ടെങ്കിൽ അത് പ്ലൂറലായി. അപ്പം നമ്മൾ വൃദ്ധ എന്ന് ഉച്ചരിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന്, കിം തെ ഗായന്തി. കിം എന്ന് വെച്ചാൽ കിം ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ ഒരു കുത്തിട്ടാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. കിം ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. മാൻ്റെ പകുതി ഇടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഇതായിരിക്കും കൂടുതൽ പെർഫെക്റ്റ്. കാരണം ഇതാണ് പെർഫെക്റ്റ്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് പെർഫെക്റ്റ്. ഇതാണ് പെർഫെക്റ്റ് പക്ഷേ സംസ്കൃതത്തിൽ. അപ്പോൾ കിം എന്ന് വെച്ചാൽ വാട്ട്, എന്താ. തേ ഇവരൊക്കെ, സോറി, തേ ഇവരൊക്കെ പാടുകയാണോ. ഗായന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുകയാണോ എന്നാണ് അർത്ഥം. കിം തേ ഗായന്തി, എന്താ ഇവരൊക്കെ പാടുകയാണോ. അപ്പോൾ അതിൻ്റെ ഉത്തരം നഹി, നോ, ഇല്ല. തേ ഇവരൊക്കെ ഹസന്തി, ചിരിക്കുകയാണ്. ഇവരൊക്കെ ചിരിക്കുകയാണ്. ഇല്ല, ഇവരൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ലെസണിൽ തന്നിട്ടുള്ളത്. മറക്കണ്ട, നമ്മൾ പെയർ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ്. സിംഗുലർ, ഡുവൽ, പ്ലൂറലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെയർ ചെയ്തത്. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഭയങ്കര ഉപകാരമായിരിക്കും. നമ്മൾ എക്സസൈസിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്താണ് നമ്മൾ പേരുകൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ രണ്ടാൾക്കാരുണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ, എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വരാൻ പോണ എക്സസൈസസിലുണ്ട്, ക്വസ്റ്റ്യൻസിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെയർ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഈ ലെസൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേർഡിനെ, അതായത് ലെറ്റേഴ്സിനെ ഇൻട്രൊഡക്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക, എങ്ങനെയാണ് വാക്കുകൾ വായിക്കേണ്ടത്, എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. അപ്പോൾ നമ്മൾ ഈ വായിച്ചു കഴിഞ്ഞു, അർത്ഥങ്ങൾ മനസ്സിലാക്കി. അടുത്തത് നമുക്ക് ശബ്ദാർത്ഥത്തിലേക്ക് പോകാം. ശബ്ദാർത്ഥ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളിത് വായിക്കണം. കൊടുത്തിരിക്കുന്ന ഇത് മീനിങ്ങും വായിക്കണം. ചഷകഹ, ഹിന്ദിയിൽ ഗ്ലാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ഗ്ലാസ്. മലയാളത്തിൽ നമ്മൾ ടംബ്ലർ എന്നൊക്കെ ഉപയോഗിക്കും. ടംബ്ലർ അല്ലെങ്കിൽ ഗ്ലാസ്, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഗ്ലാസ്. ബൃഹത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബഡ, ഹിന്ദിയിൽ ബഡ, ഇംഗ്ലീഷിൽ ലാർജ്, മലയാളത്തിൽ വലുത്. സൗചികഹ, ഹിന്ദിയിൽ ദർജി, ഇംഗ്ലീഷിൽ ടൈലർ, മലയാളത്തിൽ സൗചികഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നൽക്കാരൻ. കേലത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ കേൾത്താ ഹെ, ഇംഗ്ലീഷിൽ പ്ലേസ്, പ്ലേ. അപ്പോൾ മലയാളത്തിൽ കളി. കേലത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സീവ്യത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ സിലായി കർത്താ ഹെ, ഇംഗ്ലീഷിൽ സ്യൂസ്. സീവ്യത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ തുന്നുകയാണ്. ശുനക്കൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ കുത്തെ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ 2 dogs, മലയാളത്തിൽ 2 നായക്കൾ. ഗർജതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഗർജതേ ഹെ, ഇംഗ്ലീഷിൽ റോർ, മലയാളത്തിൽ ഗർജിക്കുക. ഉച്ചൈഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർസെ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ ലൗഡ്ലി, മലയാളത്തിൽ
ഭയങ്കര ഉറക്കെ, ഹൈ വോളിയത്തിൽ. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പോൾ ഇതും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ശബ്ദാർത്ഥം തന്നെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏത്തൗ. ഏത്തൗ ഏത്തൗ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ഏ ദോനോ, ഇംഗ്ലീഷിൽ ദീസ് ടു, മലയാളത്തിൽ ഇത് രണ്ടും എന്നാണ് അർത്ഥം ഏത്തൗവിൻ്റെ. ബുക്കത്തഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ബൗങ്തേ ഹെ, ഇംഗ്ലീഷിൽ ബാർക്ക്, മലയാളത്തിൽ കുരയ്ക്കുക. ബലി വർദ്ധവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ ബൈൽ, ഇംഗ്ലീഷിൽ 2 ഓക്സൺ, മലയാളത്തിൽ 2 കാളകൾ. ദാവതഹ ഹിന്ദിയിൽ ദൗഡ്തേ ഹെ, ഇത് ഇംഗ്ലീഷിൽ റൺ, മലയാളത്തിൽ ഓടുകയാണ്. കർഷതഹ ഹിന്ദിയിൽ ജാത്തേ ഹെ ജോത് രഹേ ഹെ, ഇംഗ്ലീഷിൽ പ്ലൗസ്, മലയാളത്തിൽ കിളയ്ക്കുകയാണ്. കർഷതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ. വൃദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ബൂട്ടെ, ഇംഗ്ലീഷിൽ ഓൾഡ് മെൻ, മലയാളത്തിൽ വയസ്സായവൻ. ഗായന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാത്തേ ഹെ ഗായൻ കർത്തേ ഹെ, ഹിന്ദിയിൽ ഗാത്തേ ഹെ ഗായൻ കർത്തേ ഹെ, ഇംഗ്ലീഷിൽ സിങ്സ്, മലയാളത്തിൽ ഗായന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുകയാണ്. ഹസന്തി എന്ന് ഹിന്ദിയിൽ വെച്ച് കഴിഞ്ഞാൽ ഹസ്തേ ഹെ, ഇംഗ്ലീഷിൽ ലോഫ്, മലയാളത്തിൽ ചിരിക്കുകയാണ്. സ്യൂത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ തൈലേ, ഇംഗ്ലീഷിൽ ബാഗ്സ്, മലയാളത്തിൽ സ്യൂത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗുകൾ. സ്യൂത്ത ബാഗുകൾ. ഹരിതവർണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഹരേ രംഗ് കെ, ഇംഗ്ലീഷിൽ ഓഫ് ഗ്രീൻ കളർ, മലയാളത്തിൽ നീല കളറുള്ളത്, നീല കളറിലായ, പച്ച കളറിലായ, നീല കളറില, ഹരിതവർണ്ണ എന്ന് പറഞ്ഞാൽ പച്ച കളറായ. നീലവർണ്ണ, നീലേ രംഗ് കെ ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ ഓഫ് ബ്ലൂ കളർ, മലയാളത്തിൽ നീല കളറിലാണ് നീലവർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവിടെ ശബ്ദാർത്ഥം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മളിപ്പോൾ എക്സസൈസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റത്തെ എക്സസൈസ് അഭ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭ്യാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ ഉച്ചാരണം കുരുത. ഉച്ചാരണം കുരുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യുക, ഉച്ചരിക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്തോളൂ. മീനിങ്ങും ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ വേണമെങ്കിൽ. ഛാത്രഹ, റിപ്പീറ്റ് ചെയ്തോളൂ. ഛാത്രഹൻ്റെ മീനിങ് സ്റ്റുഡൻറ്റ്, ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പഠിക്കുന്ന, അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഓക്കെ, അടുത്തത് ഗജഹ, റിപ്പീറ്റ് ചെയ്തോളൂ. ഗജഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന, ഇംഗ്ലീഷിൽ എലിഫൻറ്റ്. അടുത്തത് ഘടഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പോട്ട്, മലയാളത്തിൽ കുടം. ശിക്ഷകഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ടീച്ചർ, മലയാളത്തിൽ അധ്യാപകൻ. ഓക്കെ, അടുത്തത് മകരഹ, റിപ്പീറ്റ് ചെയ്തോളൂ. മകരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കഡൈൽ, മുതല. അടുത്തത് ദീപകഃ, റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. ദീപകഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക്, ലാമ്പ്. അടുത്തത് മയൂരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ മയിൽ, പീകോക്ക്. ബിഡാലഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഡാലഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച, കാറ്റ്. അശ്വഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര, ഹോഴ്സ്. ശുകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്ത, പാരറ്റ്.
ശുകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരറ്റ്. മൂഷകഹ, മൂഷകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി. മൂഷകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി, റാറ്റ്. ചന്ദ്രഹ, ചന്ദ്രഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ, മൂൺ. ബാലകഹ, ബാലകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്, പയ്യൻ, ബാലകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ചാലകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ, വണ്ടി ഓടിക്കുന്നവർ, ചാലകഹ. ഗായകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നവർ, സിംഗർ. ഓക്കെ, അപ്പോൾ അഭ്യാസത്തിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലത്തെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഖ. ഫസ്റ്റിലത്തെ സെക്കൻഡ് പാർട്ട്. ചിത്രാണി ദൃഷ്ട്വാ പദാനി ഉച്ചാരയത്. കൊടുത്തിരിക്കുന്ന പിക്ചറുകൾ കണ്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ കൃഷകഹ എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കൃഷകഹ ഉച്ചരിക്കുക, കൃഷകഹ. കൃഷകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമർ. അടുത്തത് ഒരു കാളയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഋഷഭഹ, വൃഷഭഹ. വൃഷഭഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള തന്നെയാണ്, ഈ പാടം കിളക്കുന്ന കാളകൾ. അതിന് വൃഷഭഹ എന്നും പറയും. സംസ്കൃതത്തിൽ കുറേ വാക്കുകളുണ്ട്, ഒരേ മീനിങ്ങുള്ള കുറേ വാക്കുകളുണ്ട് കേട്ടോ. വൃഷഭഹ, ബലിവർദ്ധഹ ഒക്കെ ഒന്ന് തന്നെയാണ്. അടുത്തത് കൊടുത്തിരിക്കുന്നത് കരടിയാണ്. കരടീനെ സംസ്കൃതത്തിൽ ബല്ലൂകഹ എന്നാണ് പറയുക, ബല്ലൂകഹ. അടുത്തത് ഒരു തവളയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. തവളേൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് മണ്ടൂകഹ. മണ്ടൂകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ തവള. ഇവിടെ ഒരു പ്രാവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കപോത്തഹ എന്ന് എഴുതിയിട്ടുണ്ട്. പ്രാവിനെ സംസ്കൃതത്തിൽ കപോത്തഹ എന്നാണ് പറയുക. ഇവിടെ ഒരു കട്ടിൽ കണ്ടോ? കട്ടിലിൻ്റെ ഇടയിൽ പര്യങ്കഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പര്യങ്കഹ. പര്യങ്കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലാണ്. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഒരു ടെലിഫോണാണ്. ടെലിഫോണിനെ സംസ്കൃതത്തിൽ ദൂർഭാഷഃ എന്നാണ് പറയുക. ഇവിടെ കാക്കയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് കാരണം കാക്കേനെ സംസ്കൃതത്തിൽ കാക്കഹ എന്നാണ് പറയുക. ഇവിടെ അറിയാലോ, നമ്മൾ ലെസണിൽ ഇത്രയും നേരം പഠിച്ചു. ഇതൊരു തുന്നൽക്കാരൻ്റെ പിക്ചറാണ്, അത് കാരണം തുന്നൽക്കാരനെ സൗചികഹ എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇതിലുണ്ട് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് തിങ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കണ ഒരു വാക്കിനെ യോജിപ്പിക്കുക എന്നതാണ് ഞാൻ അന്ന് പറഞ്ഞു തന്നത്. ഞാൻ പക്ഷേ അന്ന് ഒരു ലെറ്ററിനെയാണ് പറഞ്ഞു തന്നത്. ഇവിടെ വാക്കുകളാണ്. ഇവിടെ ചഷകഹ എന്ന് പറയുന്നത് ഒരു ഫുൾ വേർഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ലെറ്ററായിട്ട് എടുക്കണം. ച, ഷ, കഹ എന്നെടുക്കണം. ച എങ്ങനെയായിരിക്കും ചെയ്യുക? ദേ ഇവിടെ കണ്ടോ, ചാൻ്റെ പകുതി ച് പ്ലസ് ആ. ഇത് കൺസണൻ്റ്, ഇത് വവ്വൽ. ഇത് രണ്ടും ചേരുമ്പോഴാണ് ദേ ച എന്ന അക്ഷരം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞു, ച ശരിയായി. അടുത്തത് ഷ, ഷാൻ്റെ പകുതി ഷ് പ്ലസ് ആ. ഇത് കൺസണൻ്റ്, ഇത് വവ്വൽ. ഇതൊരു വേർഡ്, ഒരു അക്ഷരമായി, ഷ എന്ന അക്ഷരമായി. അപ്പോൾ ചഷ എന്നായി. അടുത്തത് കഹ എന്നാണ് വേണ്ടത്.
ഇത് കൺസണൻറ്റ്, ഇത് വവ്വൽ. ക പ്ലസ് അഹ, കഹ. അപ്പോൾ എന്തായി? ഇത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ചഷ കഹ എന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ആ വേർഡ് കിട്ടും. മനസ്സിലായോ? സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടത്. ഞാൻ അടുത്ത എക്സാമ്പിളിൽ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വർണ്ണ സംയോജനം പദം ലിഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എഴുതുക എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തേത് ഇത് എക്സാമ്പിളാണ്, അവർ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ ചെയ്യണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇത് സാൻ്റെ പകുതി സ്, സാൻ്റെ പകുതി സ് പ്ലസ് ഔ. ഔ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വവ്വലാണ്. ഇതൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ച് നോക്കി നോക്കൂ. സ് പ്ലസ് ഔ. ഈ പ്ലസ് മാറ്റിയിട്ട് ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ച് നോക്കൂ. സൗ. സൗ എന്നല്ല വരാം. ഇത് സാൻ്റെ പകുതി ആയതുകൊണ്ട് സ് പ്ലസ് ഔ, സൗ എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ലെറ്റർ കിട്ടി, സൗ. സൗ ഇവിടെ എഴുതുക. അത് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ച്. ചാൻ്റെ പകുതിയാണ് ച്. ച് പ്ലസ് ഇ. ഇ ഇത് കൺസണൻറ്റ്, ഇത് വവ്വൽ. അപ്പോൾ രണ്ടും കൂട്ടിച്ചേർത്ത് നോക്കൂ. പ്ലസ് മാറ്റുക അതിൻ്റെ നടുക്കുന്ന്. എന്നിട്ട് നിങ്ങൾ ഉച്ചരിക്കുക ചി. അപ്പോൾ അടുത്ത ലെറ്റർ വേർഡ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ചി എന്ന് എഴുതുക. എഴുതിയിട്ട് അടുത്ത ഇത് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ കാൻ്റെ പകുതി പ്ലസ് അഹ. അപ്പോൾ എന്തായി? കഹ. അപ്പോൾ സൗച്ചി കഹ എന്നാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആൻസർ മൊത്തം ഞാൻ റീഡറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഈ രണ്ടാമത്തെ ഫുൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കികളാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി അടുത്തത് സെക്കൻഡ് പാർട്ടൊന്ന് വിവരിച്ചിട്ട് അതിൻ്റെ ആൻസർ കാണിച്ചു തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫുൾ ആൻസേഴ്സ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതാണ്. ക ഇതിൽ കൊടുത്തിരിക്കുന്നത് പദാനാം വർണ്ണവിച്ഛേദം പ്രദർശയത്. പദാനാം വർണ്ണവിച്ഛേദം പ്രദർശയത്. എന്താണത്? പദാനാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളുടെ വർണ്ണവിച്ഛേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക. വാക്കുകൾ, അതായത് ലെറ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുക. വിച്ഛേദം, വർണ്ണവിച്ഛേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുക. പ്രദർശയത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ഓരോ അക്ഷരങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കി നോക്കൂ. ലഘുഹു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ല് പ്ലസ് ആ. ലാൻ്റെ പകുതിയാണ് ല് പ്ലസ് ആ. ഇത് വവ്വലാണ്, ഇത് കൺസണൻ്റാണ്. നിങ്ങൾ പ്ലസ് മാറ്റി വായിച്ച് നോക്കുമ്പോൾ ല എന്നാവും. അടിയിലുണ്ടോ ല എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഗാൻ്റെ പകുതിയാണ് ഗ പ്ലസ് ഉഹു. ഗ പ്ലസ് ഉഹു. അപ്പം എന്തായി? ഗുഹു. ഉണ്ടോ? ഗ പ്ലസ് ഉഹു ഗുഹു. പ്ലസ് മാറ്റിയിട്ട് നിങ്ങൾ വായിച്ച് നോക്കാം. ഗുഹു ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഉച്ചാരണത്തിൽ തനിയെ വരും അത്. അപ്പോൾ നമുക്ക് വാക്ക് കിട്ടും, ആ ഇത് ഗുഹു ആണെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ആൻസറൊക്കെ ഞാൻ അപ്പോൾ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഇതാ സെക്കൻഡ് ക്വസ്റ്റ്യനത്തെ ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ ആദ്യം. സ് പ്ലസ് ഔ പ്ലസ് ച് പ്ലസ് ഇ പ്ലസ് ഇക്ക് പ്ലസ് അഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗച്ചി കഹ ഇങ്ങനെയാണ് വരിക. സൗച്ചി കഹ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഫസ്റ്റ് വൺ. ഇങ്ങനെയാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഷാൻ്റെ പകുതി ഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഷ് പ്ലസ് ഉ. അപ്പോൾ എന്തായി? കൺസണൻറ്റും വവ്വലും ഷു എന്നായി. ഷു. അടുത്തത് ന് പ്ലസ് അഹ. ഇതെന്താണ്? കൺസണൻറ്റും വവ്വലും. അപ്പോൾ പ്ലസ് മാറ്റിയിട്ട് വായിച്ച് നോക്കുക. ന എന്നായി. അപ്പോൾ എന്തായി? ശുന എന്നായി. കണ്ടോ? ശുന രണ്ട് വാക്കായി. അടുത്തത് ക്ക്. കാൻ്റെ പകുതി. ഇത് കൺസണൻറ്റ്, ഇത് വവ്വൽ. അപ്പോൾ എന്തായി? പ്ലസ് മാറ്റി വായിച്ച് നോക്കുക. കൗ എന്നായി. അപ്പോൾ ശുനക്കൗ. ഉത്തരം കിട്ടി ശുനക്കൗ. ഫുള്ള് വേർഡ് കിട്ടി. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുക.
ദ പ്ലസ് ആ പ്ലസ് വ് പ്ലസ് ആ പ്ലസ് ത് പ്ലസ് അഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ദ പ്ലസ് ആ, ഇത് കൺസണൻറ്റ്, ഇത് വവ്വൽ. മാറ്റി വായിക്കുക. പ്ലസ് നടുക്കിൽ വേണ്ട, നിങ്ങൾ വിചാരിക്കുക വേണ്ട പ്ലസ് ഉള്ളത്. നിങ്ങൾ വെറുതെ ഒന്ന് വായിൽ ഉച്ചരിച്ച് നോക്കുക. ദ എന്ന് വരും, ദ എന്ന് വരും. അപ്പോൾ ആദ്യത്തെ വേർഡ് കിട്ടി ദ. വ് പ്ലസ് ആ, വ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻ്റെ പകുതി കൺസണൻ്റാണ്, ഇത് വവ്വൽ. പ്ലസ് മാറ്റി വായിച്ചു കഴിഞ്ഞാൽ വ. ദ വ, ദാവ കിട്ടി, രണ്ടക്ഷരം കിട്ടി. അടുത്തത് മൂന്നാമത്തെ അക്ഷരം ത് കൺസണൻ്റാണ്, അഹ വവ്വലാണ്. പ്ലസ് മാറ്റി വായിച്ചു കഴിഞ്ഞാൽ തഹ എന്ന് കിട്ടി. അപ്പം മൂന്നാമത്തെ വാക്ക് കിട്ടി. അപ്പം എന്തായി? ദാവ തഹ. ആൻസർ കണ്ടോ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദാവ തഹ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഇതാ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടല്ല, ഫസ്റ്റ് പാർട്ട് തന്നെയാണ്, കുറച്ചും കൂടി ബാക്കിയുണ്ട്. നമുക്കിവിടെ നോക്കാം. വ് പ്ലസ് റ് പ്ലസ് വ് പ്ലസ് റ്, ഇത് കൺസണൻ്റാണ്, ഇത് വവ്വലാണ്. റ് എന്ന് പറയുന്നത് വവ്വലാണ്. അപ്പോൾ എന്തായി? വൃ. വൃ എന്നായി. ഫസ്റ്റത്തെ അക്ഷരം വൃ. വൃ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടിയിൽ ഇങ്ങനെ ഇടണം. വായിട്ടിട്ട് അതിനടിയിൽ ഇങ്ങനെ ഇടണം. വൃ. ആദ്യത്തെ അക്ഷരം കിട്ടി. അടുത്ത അക്ഷരം നോക്കുകയാണെങ്കിൽ ദ പ്ലസ് അടുത്ത അക്ഷരം എന്ന് പറയുന്നത് 3 ഇതുണ്ട്. 2 കൺസണൻറ്റും ഒരു വവ്വലും ഉണ്ട്. ശ്രദ്ധിക്കുക. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. 2 കൺസണൻ കൊടുത്തിട്ട് വവ്വലും കൊടുത്തിട്ട് ചെയ്യാൻ പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അക്ഷരങ്ങളുണ്ട്, രണ്ടും പകുതിയാണ്. മനസ്സിലായോ? ഇപ്പോൾ അതേ കൂട്ടി യോജിപ്പിച്ച് വായിക്കാം. ദ സോഫ്റ്റ് ദ, ദാൻ്റെ പകുതി. ഇത് ഹാർഡ് ദാൻ്റെ പകുതി. അപ്പോൾ ദ ധ ആ കൺസണൻറ്റ്, ഇത് 2 കൺസണൻറ്റ്, ഇത് വവ്വൽ. അപ്പോൾ നമ്മൾ പ്ലസ് മാറ്റി വായിക്കുകയാണെങ്കിൽ ധ എന്ന് പറഞ്ഞ് ഇവിടെ നന്നായിട്ട് അമർത്തി വായിക്കും. അപ്പോൾ എന്താണ്? ദ ഇട്ടിട്ട് ഈ ദ പകുതി ആക്കണം. ഏതെങ്കിലും ഒരു ദ നമ്മൾ ഫുള്ളാക്കണം, ഇതിൻ്റെ കൂടെ ആക്കണം. ആഹ് എന്ന് പറഞ്ഞാക്കണം. അപ്പോൾ എന്തായി? രണ്ടാമത്തെ വേർഡ് കിട്ടി ധ. വൃദ്ധ, ഇതാണ് ഫുള്ള് വേർഡ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഗ പ്ലസ് ആ എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഗ എന്നാവും. യ പ്ലസ് ആ എന്ന് തന്നിട്ടുണ്ട് അടുത്തത്. അപ്പോൾ യ എന്നാവും. അപ്പോൾ എന്തായി? 2 വേർഡ് കിട്ടി. ഗായ എന്നായി. ന് പ്ലസ് ത് പ്ലസ് ഇ എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെയാണ്. 2 കൺസണൻറ്റും ഒരു വവ്വലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ അക്ഷരം, ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം പകുതിയാണ്. ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ ദാ എന്ന് പറയുന്നത് ഇവിടെയാണ് വരേണ്ടത്, ഈ ദാ എന്ന് പറയുന്നത് ഇവിടെയും. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വേർഡ് കിട്ടുക. അവിടെ അവിടെ തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതെന്തായാലും ഇത് കറക്റ്റാണ്. ന് എന്ന് പറയുന്നത് പകുതിയാണ് വരിക. ത് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെയാവും, ഫുൾ അക്ഷരമായി മാറും. ഗായന്തി തി എന്നാവും. പ്ലസ് മാറ്റി വയ്ക്കുമ്പോൾ ത് ഇ തി. അപ്പോൾ എന്തായി? ഫുൾ അക്ഷരം ഗായന്തി. ഗായന്തി, ഇതാണ് വേർഡ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്താണ് പറയുന്നത്? പദാനാം വർണ്ണവിച്ഛേദം പ്രദർശയത്. പദങ്ങളുടെ വർണ്ണവിച്ഛേദം കാണിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുല്ലോ. അപ്പോൾ ആൻസർ നോക്കാം. സി വി എത്തിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇത് സി എന്നാണുള്ളത്, നീട്ടി പറയുന്ന സി. അപ്പോൾ എന്താണ്? സാൻ്റെ പകുതി ആദ്യം എഴുതുക, കോൺസണൻറ്റ്. വവ്വൽ വന്നിട്ട് ഇ, കണ്ടോ? സാൻ്റെ പകുതി പ്ലസ് ഇ. അപ്പോൾ എന്തായി? സി എന്നായി. അടുത്തത് 2 കൺസണൻറ്റും ഒരു വവ്വലും കൂടി ചേരുന്ന അക്ഷരമാണ്. അപ്പോൾ ആദ്യത്തെ വാ പകുതി എഴുതുക. വാൻ്റെ പകുതി വ്, പിന്നെ യാൻ്റെ പകുതി യ പ്ലസ് ആ.
അപ്പോൾ എന്തായി വ്യ, സീവ്യ എന്നായി, സീവ്യ എന്നായി. അടുത്തത് തി, താൻ്റെ പകുതി പ്ലസ് ഇ കൺസണൻറ്റ് വവ്വൽ, അപ്പോൾ എന്തായി തീ എന്നായി. അപ്പോൾ വേർഡിൻ്റെ സ്പ്ലിറ്റിംഗ് ആയി, സീവ്യത്തി എന്നായി. അടുത്തത് വർണ്ണാഹ് എന്ന് തന്നിട്ടുണ്ട്. വ് പ്ലസ് ആ ആണ് വ, ഇത് വ, വ് പ്ലസ് ആ വ, വായായി. വർണ്ണാഹ് എന്ന് വരണം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഈ കുരിപ്പിൻ്റെ ഇത് വരുമ്പോൾ നമ്മൾ വർണ്ണ എന്നല്ല ഉച്ചരിക്കുന്നത്, വാ കഴിഞ്ഞാൽ അടുത്തത് ഇറുന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അത് കാരണം എഴുതുക. ശരിക്കും വാനാണ് ആ റാ വരുന്നത്, അത് കാരണം വാൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതണം. വ് പ്ലസ് ആ പ്ലസ് എന്ന് എഴുതണം. 2 വവ്വൽ വരും, അത് കാരണം ഒരു കൺസണൻറ്റും 2 വവ്വലും. അപ്പോൾ ഈ അക്ഷരം വർണ്ണായി, വർ. അടുത്തത് നാ എന്നാണ്, അത് കാരണം നാൻ്റെ പകുതി നീട്ടി പറയുന്ന ആ, നാ, അപ്പോൾ വർണ്ണാഹ്. അടുത്തത് കുക്കുരാവ്. കുക്കുരാവ് എങ്ങനെയാണ് എഴുതുക? കാൻ്റെ പകുതി പ്ലസ് ഉ, കു, കു ആയി, ആദ്യത്തെ ഇതായി. അടുത്തത് 2 കൺസണൻറ്റും 1 വവലും കൂടി വരും. ക് പ്ലസ് ഉ, 2 കൺസണൻറ്റും 1 വവലും, അപ്പോൾ ഖു അമർത്തി പറയുന്ന ഖു, കുക്കു. അടുത്തത് രവ്, ര് പ്ലസ് ഔ, കുക്കുരവ് ആയി. അടുത്ത വേർഡ് മയൂര എന്നാണ് കൊടുത്തിരിക്കുന്നത്. മാ എന്നാവണമെങ്കിൽ മാൻ്റെ പകുതിയും ആ കൂടി ചേർത്താലാണ് മാ എന്നാവുന്നത്, കൺസണൻറ്റും വവ്വലും, മാ. അടുത്തത് യു, യു എന്ന് വരണം, അത് കാരണം യ പ്ലസ് ഉ നീട്ടി പറയുന്ന ഓ, അപ്പോൾ എന്തായി യു എന്നായി. അടുത്തത് രാ, രാൻ്റെ പകുതി പ്ലസ് നീട്ടി പറയുന്ന ആ, രാ. അടുത്തത് നോക്കുകയാണെങ്കിൽ ബാലകഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയായിരിക്കും വരിക. ബാൻ്റെ പകുതി ബ പ്ലസ് ആ, ബാ. അടുത്തത് ലാൻ്റെ പകുതി ല പ്ലസ് ആ, അപ്പോഴാണ് ല എന്നാവുക, ബാല, അപ്പോൾ ബാല എന്നായി. അടുത്തത് കഹ, ക പ്ലസ് അഹ, അപ്പോൾ ബാലകഹ എന്നായി. അപ്പോൾ സെക്കൻഡ് അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ തീരുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഉദാഹരണം ദൃഷ്ട്വാ റിക്തസ്ഥാനാനി പൂരയത്. ഉദാഹരണം ദൃഷ്ട്വാ റിക്തസ്ഥാനാനി പൂരയത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ, ദൃഷ്ട്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ട്, റിക്തസ്ഥാനാനി എന്ന് പറഞ്ഞാൽ ഡാഷുകൾ, ബ്ലാങ്കുകൾ കൊടുത്തിരിക്കുന്നത്, പൂരയത് പൂരിപ്പിക്കുക. എക്സാമ്പിൾ നോക്കി ബ്ലാങ്കിൽ എന്താണ് ആൻസർ വരേണ്ടതെന്ന് വെച്ചാൽ അത് പൂരിക്കുക. അപ്പോൾ എക്സാമ്പിളിലൂടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? യഥാന്ന് വെച്ചാൽ എക്സാമ്പിൾ. ചഷകഹ, ചഷകൗ, ചഷക. ഞാൻ ലെസൺ നടത്തുമ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് സിംഗുലർ, ഡ്യുവൽ, പ്ലൂറൽന്ന്, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഫസ്റ്റ് സിംഗുലർ, ചഷകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ, കഹ. ചഷകൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ, ചഷക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ. അപ്പോൾ ചഷക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, ഗ്ലാസ്. ഇവിടെ ഒരു ഗ്ലാസ് സിംഗുലറിൽ, ഇവിടെ 2 ഗ്ലാസ്, ഇവിടെ കുറേ ഗ്ലാസ്സുകൾ, അങ്ങനെയാണ് വരുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ ബ്ലാങ്കാണ്. ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. ബലി വർദ്ധവ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ഡ്യുവലിലാണ് കൊടുത്തിരിക്കുന്നത്. ബലി വർദ്ധവിൻ്റെ സിംഗുലർ എന്താണ്? ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞെന്നില്ലേ, ബലി വർദ്ധഹ. ഒരു കാള മാത്രം ഉള്ളപ്പോൾ നമ്മൾ ബലി വർദ്ധഹ എന്നാണ് പറയേണ്ടത്. 2 കാളകളുള്ളപ്പോൾ ബലി വർദ്ധവ്, കുറേ കാളകളുള്ളപ്പോൾ ബലി വർദ്ധ എന്നാണ് വരുന്നത്. അടുത്തത് ശുനകഹ. ശുനകഹ സിംഗുലറിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ശുനകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ, ഒരു നായ. ശുനകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായ. അപ്പോൾ ഡ്യുവൽ എന്താണ് വരിക? ഡ്യുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ശുനകൗ എന്നാണ് വരിക.
രണ്ട് നായകൾ. അർത്ഥം ശുനകൗ, രണ്ട് നായകൾ. പ്ലൂറലിൽ വരാണെങ്കിൽ ശുനകാ, കുറേ നായകൾ, ശുനകാ. അടുത്തത് എവിടെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? മൃഗ. പ്ലൂറലിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. മൃഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസ്, മൃഗ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലൂറലാണ്. മൃഗാഹിൻ്റെ അനിമൽസിൻ്റെ സിംഗുലർ എന്താണ്? അനിമൽ. അപ്പോൾ അനിമൽ എന്താണ് വരിക? മൃഗഃ. അനിമൽ മൃഗഃ. ഡ്യൂവൽ എന്താണ് വരിക? ടു അനിമൽസ് എന്നുള്ളപ്പോൾ മൃഗാവും. ടു അനിമൽസ് എന്നുള്ളപ്പോൾ മൃഗാവും. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഡ്യൂവലിലാണ്. പിന്നെയും ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് സൗച്ചിക്കൗ. നമ്മൾ കണ്ടില്ലേ അവിടെ ഞാൻ പറഞ്ഞു തന്നു, രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ കൗ എന്ന് ഉപയോഗിക്കുന്നത്. രണ്ട് സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്യൂവലിൽ നമ്മൾ കൗ എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ സൗച്ചിക്കൗ ഡ്യൂവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൗച്ചിക്കൗ എന്ന് പറഞ്ഞാൽ ടൈലർ. ടു ടൈലറിൻ്റെ സിംഗുലർ എന്താവും? വൺ ടൈലർ. വൺ ടൈലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈലർ. സൗച്ചിക്കഹ. ഒരു ടൈലറിനെ സൗച്ചിക്കഹ എന്ന് പറയണം. കഹ എന്ന് ആഡ് ചെയ്യണം സിംഗുലറിന്. ഡ്യൂവലിന് സൗച്ചിക്കൗ, കൗ എന്ന് ആഡ് ചെയ്യണം. സൗച്ചിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈലേഴ്സ്. കാ എന്ന് ആഡ് ചെയ്തു, അത് കാരണം കുറേ ടൈലേഴ്സ് പ്ലൂറലിൽ. അടുത്തത് കൊടുത്തിരിക്കുന്നത് മയൂര. സിംഗുലറിലാണ് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ. മയൂരഹ സിംഗുലറിലാണ് കൊടുത്തിരിക്കുന്നത്. മയൂര എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പീകോക്ക് സിംഗുലറിൽ. അപ്പോൾ ടു പീകോക്സ് വരുന്നെങ്കിൽ കൗ ആഡ് ചെയ്യണം. മയൂരൗ. രഹ സ്ഥാനത്തിൽ രൗ എന്ന് ആഡ് ചെയ്യണം. മയൂരൗ. അടുത്തത് പ്ലൂറലിൽ കുറേ പീകോക്ക് വേണമെങ്കിൽ നമ്മൾ മയൂരാ എന്ന് ആഡ് ചെയ്യണം. ഇവിടെ ഒരു വരയും കൂടി ഇടണം, മയൂരാ. അപ്പോൾ പ്ലൂറലായി. ഓക്കെ, അപ്പോൾ തേർഡ് വണ്ണ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർത്ത് വണ്ണിലേക്ക് കിടക്കാം. ഫോർത്ത് വണ്ണ് ചിത്രാണി ദൃഷ്ട സംസ്കൃത പദാനി ലിഖത്. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് സംസ്കൃതത്തിൽ അതിൻ്റെ പേരുകൾ എഴുതുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇത് ആനയാണ്. ആനയ്ക്ക് നമ്മൾ എന്താണ് പറഞ്ഞത്? ആനയ്ക്ക് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ, ആനയ്ക്ക് ഗജഹ എന്നാണ് പറയുക നമ്മൾ സംസ്കൃതത്തിൽ. ഇതിൽ ഒരാനയുള്ളൂ, അത് കാരണം ഗജഹ. ആനേനെ ഗജഹ എന്നാണ് പറയുക. കാക്കേനെ നമ്മൾ ഫസ്റ്റ് ഇതിൽ തന്നെ കണ്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ? ഇപ്പോൾ കണ്ടേ ഉള്ളൂ. കാക്കേനെ എന്താണ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഹ. സംസ്കൃതത്തിൽ കാക്കേനെ കാക്കഹ എന്നാണ് പറയുക. അടുത്തത് ചന്ദ്രൻ. ഞാൻ ഇതും പറഞ്ഞു തന്നതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു തന്നതാണ്. ചന്ദ്രനെ ചന്ദ്രഹ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തൂടെ കൊടുത്തിരിക്കുന്ന ഒരു പൂട്ടാണ്, ഒരു ലോക്ക്. ലോക്കിനെ നമ്മൾ സംസ്കൃതത്തിൽ താലഹ എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുക. കരടീനെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞു പോയ ക്വസ്റ്റ്യനിൽ നമ്മൾ കരടീനെ കണ്ടതാണ്. ഇങ്ങനെ തന്നെ പിക്ചർ കൊടുത്തിട്ട് ഇവർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? കരടീനെ നമ്മൾ സംസ്കൃതത്തിൽ ബല്ലൂക്കഹ എന്നാണ് നമ്മൾ പറയുക. അടുത്തത് ഒരു പൂച്ചേനെയാണ് കാണിച്ചിരിക്കുന്നത്. പൂച്ചേനെ ഞാൻ പറഞ്ഞതാണ് ആദ്യം. പൂച്ചേനെ നമ്മൾ ബിഡാലഹ എന്നാണ് പറയുക. ഇതിവിടെ എഴുതിയിരിക്കുന്നതാണല്ലോ, ബിഡാലഹ എന്നാണ് പറയുക സംസ്കൃതത്തിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ വരയ്ക്കുള്ളത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരയ്ക്കുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി. അത് കാരണം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.